നമസ്കാരം. കേരള ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിൽസൺ കല്ലൻ. പ്രധാന വാർത്തകൾ. അന്തരിച്ച മുൻ MLA PA മാധവന്റെ വസതിയിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എത്തി. തൃശൂർ മുൻ മേയർ MK വർഗീസ് വീണ്ടും കോൺഗ്രസിൽ. റോഡിലേക്ക് വീണ തെങ്ങിൽ സ്കൂട്ടറിടിച്ച് ഒരാൾ മരിച്ചു. സഹോദരൻ ഗുരുതരാവസ്ഥയിൽ. നെടുപുഴയിൽ ബോട്ടപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. അന്തരിച്ച മുൻ മണലൂർ MLAയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ PA മാധവന്റെ മുണ്ടൂരിലെ വസതിയിലെത്തി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും K തുളസി, PA അനിൽകുമാർ, K മുരളീധരൻ, ജോജി M ജോൺ, T സിദ്ദിഖ് എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മാധവന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പൊതുരംഗത്തും മണലൂർ മണ്ഡലത്തിന്റെ വികസനത്തിലും തൃശൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ വളർച്ചയിലും അദ്ദേഹം നൽകിയ വലിയ സംഭാവനകളെ അനുസ്മരിച്ചു. നേതാക്കൾക്ക് പുറമെ ജില്ലാ കളക്ടർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് വാർഡ് മെമ്പർമാർ, വിവിധ മണ്ഡലം ഭാരവാഹികൾ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നൂറുകണക്കിന് ആളുകളാണ് അന്തരിച്ച നേതാവിന് ആദരവർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഒഴുകിയെത്തിയത്. എന്നും ഞാനൊരു കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞുകൊണ്ട് ഒരാളിതാ സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. മറ്റാരുമല്ല, തൃശൂർ കോർപ്പറേഷൻ മുൻ മേയർ MK വർഗീസ്. അല്ല, ചെറിയൊരു സംശയം ബാക്കിയുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം LDFിനൊപ്പം ഇരുന്ന് മേയർ കസേരയിൽ ഇരുന്നപ്പോൾ സാർ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അതിപ്പോ രാഷ്ട്രീയം ബോധ്യങ്ങളുടെയും വിട്ടുവീഴ്ചകളുടെയും ഒരു കളിയാണല്ലോ. 5 കൊല്ലം അവിടെ ഇരുന്നെങ്കിലും മനസ്സ് ഇവിടെയായിരുന്നു എന്ന് ചുരുക്കം. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഷാൾ അണിയിച്ചാണ് വർഗീസ് സാറിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. ചടങ്ങിന് മാറ്റുകൂട്ടാൻ റവന്യൂ മന്ത്രി AP അനിൽകുമാറും K തുളസിയും നേരിട്ടെത്തി. പോരാത്തതിന് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും മുതിർന്ന നേതാവ് ജോസഫ് ചാലിശ്ശേരിയും സാക്ഷികളായി. എന്തായാലും കോൺഗ്രസ് കൗൺസിലറായി ജയിച്ച് LDFിന്റെ പിന്തുണയുടെ മേയറായി കാലാവധി കഴിഞ്ഞപ്പോൾ വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയ MK വർഗീസ് ഈ ഒരു ടൈമിംഗ് സമ്മതിച്ചു തരണോട്ടോ. തൃശൂർ പൂരത്തിന്റെ മണ്ണിൽ ഇനി എന്ത് പൂരം നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം. റോഡിലേക്ക് വീണ തെങ്ങിൽ സ്കൂട്ടർ ഇടിച്ച് സഹോദരങ്ങളിൽ ഒരാൾ മരിച്ചു. മറ്റേയാൾ ഗുരുതരാവസ്ഥയിൽ. തൂമ്പാക്കോട് ആന്ധ്രക്യാമ്പടത്ത് റോഡിലേക്ക് വീണുകിടന്ന തെങ്ങിൽ സ്കൂട്ടർ ഇടിച്ചുണ്ടായ അപകടത്തിൽ സഹോദരങ്ങളിൽ ഒരാൾ മരിച്ചു. മോതിരക്കണ്ണി മണ്ണുംപുറം തളിയൻ 65-കാരനായ തോമസ് ആണ് മരിച്ചത്. സഹോദരൻ 55 വയസ്സുള്ള പൗലോസിനെ ഗുരുതര പരിക്കുകളോടെ ചാലക്കുടിയിലെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിച്ചു. തലയ്ക്കും വാരിയലിനും പരിക്കേറ്റ പൗലോസ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അദ്ദേഹം അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. വെള്ളിയാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. ശനിയാഴ്ച പുലർച്ചെ 4:30 വാഹനമിടിച്ച ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ കർഷക സമിതി നേതാവ് ജിന്നറ്റ് മാത്യു അപകടത്തിൽപ്പെട്ടവരെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തോമസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഈ റോഡിന് കുറുകെ ഒരു തെങ്ങ് വീണ് കിടക്കുന്നു. ആ റോഡിന് കുറുകെ വീണ് കിടക്കുന്ന തെങ്ങിൽ തട്ടി ആ 2 പേര്, ഒരാൾ ബോധമില്ലാതെയും ഒരാള് അർത്ഥബോധ പിച്ചും പേയും പറയുന്ന രീതിയിൽ കിടക്കുന്നു. 2 പേർക്കും എഴുന്നേക്കാൻ പറ്റത്തില്ല. വളരെ ഗുരുതരമായ പരിക്കാണെന്ന് മനസ്സിലായി. ഉടനെ ഞാൻ വീട്ടിൽ നിന്ന് ഷർട്ട് എടുത്തിട്ടൊരു വണ്ടിയും എടുത്ത് ഇവരെ
നേരെ ഹോസ്പിറ്റലിൽ സെന്റ് ജെയിംസിൽ എത്തിച്ചു. സെന്റ് ജെയിംസിൽ എത്തിച്ചപ്പോൾ ഈ തളിയൻ പൗലോസ് എന്ന ജ്യേഷ്ഠൻ, രണ്ടുപേരാണ്, ചേട്ടനും അനിയനുമായിരുന്നു യാത്ര ചെയ്തിരുന്നത്. പൗലോസ് എന്ന ജ്യേഷ്ഠൻ അതിന് ശേഷം മരണപ്പെട്ടു എന്നാണ് അറിഞ്ഞത്. അനിയൻ ജ്യേഷ്ഠൻ തോമസ് മരണപ്പെട്ടു. അനിയൻ പൗലോസ് ആശുപത്രിയിൽ ഗുരുതരമായ അവസ്ഥയിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് റോഡിന് കുറുകെ വൈദ്യുത ലൈനിലേക്ക് വീണതായാണ് വിവരം. സംഭവം KSEB അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം വേർപെടുത്തിയെങ്കിലും ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാതിരുന്നതാണ് അപകടത്തിന് കാരണമായതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് പരിയാരം കർഷക രക്ഷാ സമിതി രംഗത്തെത്തി. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയ KSEB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സമിതി ആവശ്യപ്പെട്ടു. മരിച്ച തോമസിന്റെ ഭാര്യ കൊച്ചു ത്രേസ്യയാണ്. മക്കൾ സീന, സിനി, സിൻഡോ. സംസ്കാരം ഞായറാഴ്ച തൂമ്പക്കോട് പള്ളി സെമിത്തേരിയിൽ നടക്കും. നെടുപുഴ മല്ലിത്തറ കോഴിപ്പാടത്ത് മിനി ബോട്ട് മുങ്ങിയുണ്ടായ അപകടത്തിൽ കാണാതായിരുന്ന 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. തൃക്കൂർ പള്ളിയറ കുന്നത്തുവളപ്പിൽ ബിനോജും കരുവന്നൂർ ചെറിയപാലം മുതിരപ്പറമ്പിൽ സജിലുമാണ് മരിച്ചത്. അപകടം നടന്ന സ്ഥലത്തിന് സമീപത്തു നിന്നാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ ശനിയാഴ്ച രാവിലെ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാത്രി 5 പേരടങ്ങുന്ന സംഘം പാടത്തെ വളർത്തുമീനുകൾക്ക് തീറ്റ നൽകാനായി മിനി ബോട്ടിൽ പോകുന്നതിനിടെയാണ് ബോട്ട് മുങ്ങിയത്. ബോട്ടിലുണ്ടായിരുന്ന നിഷാദ്, ഗിരീഷ്, മീൻ വളർത്തൽ കരാറുകാരൻ സുനിൽ എന്നിവർ നീന്തി രക്ഷപ്പെട്ടു. എന്നാൽ ബിനോജും സജിലും ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി വൈകിയും അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥ കാരണം ദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ശനിയാഴ്ച രാവിലെ പുനരാരംഭിച്ച തിരച്ചിലിലാണ് അപകട സ്ഥലത്തിന് സമീപത്തു നിന്ന് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഈശ്വര സായുജ്യമടഞ്ഞ മേൽശാന്തി. പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിയും ചെമ്പുക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തിയുമായ പുറനാട്ടുകര കൊറ്റമ്പിള്ളിമന നാരായണൻ നമ്പൂതിരി ഭഗവത് സന്നിധിയിൽ വെച്ച് ഈശ്വര സായുജ്യമടഞ്ഞു. ശനിയാഴ്ച രാവിലെ 8 മണിയോടെ ചെമ്പുക്കാവ് ക്ഷേത്രത്തിലെ നിത്യനിദാന കർമ്മങ്ങൾക്കിടയിൽ അദ്ദേഹം പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആത്മാവ് പ്രകൃതിയിൽ ലയിച്ചിരുന്നു. ദശാബ്ദങ്ങളായി ക്ഷേത്രോപാസനയും മന്ത്രസാധനയും ജീവിതചര്യയാക്കിയ അദ്ദേഹം ഭക്തലക്ഷങ്ങൾക്ക് ഭഗവത് പ്രസാദം പകർന്നു നൽകിയ പുണ്യാത്മാവായിരുന്നു. തന്റെ ആത്മീയ ക്രമഭൂമിയായ ഭഗവത് സന്നിധിയിൽ വെച്ച് തന്നെ മർത്യശരീരം വിടിഞ്ഞു എന്നത് അദ്ദേഹത്തിന്റെ ഭക്തി സാധനയുടെ പൂർണ്ണതയായി ഭക്തജനങ്ങൾ ദർശിക്കുന്നു. സംസ്കാരം ഞായറാഴ്ച പകൽ 9-ന് പുറനാട്ടുകരയിലുള്ള സ്വവസതിയിൽ നടക്കും. കുടുംബം ഭാര്യ സിന്ധു, മക്കൾ അപർണ, നാരായണൻ, ശബരിനാഥ്. വിശ്വാസത്തിന്റെ മഹാസംഗമം ഇരിങ്ങാലക്കുട കത്തീഡ്രലിലും അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോന പള്ളിയിലും ഭക്തിസാന്ദ്രമായ ദുഃഖ്രാന തിരുനാളിന് പ്രൗഢോജ്ജല സമാപനം. ഭാരതത്തിന്റെ അപ്പോസ്തലനായ വിശുദ്ധ തോമസ് ലീഹായുടെ ഓർമ്മ പുതുക്കി നടന്ന ചരിത്ര പ്രസിദ്ധമായ ഊട്ടുനേർച്ചയിൽ പങ്കെടുത്ത് അനേകായിരം വിശ്വാസികൾ. വിശ്വാസത്തിന്റെ പ്രകാശവും സാഹോദര്യത്തിന്റെ സന്ദേശവും വിളിച്ചോതി ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദുഃഖ്രാന തിരുനാൾ ഭക്തി നിർഭരമായി സമാപിച്ചു. ഭാരതക്കരയ്ക്ക് ക്രൈസ്തവ വിശ്വാസത്തിന്റെ വെളിച്ചം പകർന്ന വിശുദ്ധ തോമസ് ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ സ്മരണ പുതുക്കിയാണ് തിരുനാൾ ചടങ്ങുകൾ നടന്നത്. തിരുനാളിനോടനുബന്ധിച്ച് നടന്ന മഹാ ഊട്ടുസദ്യയിൽ 1,00,000-ലധികം വിശ്വാസികളാണ് പങ്കാളികളായത്. രാവിലെ 7:30 നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ തോമസ് ലീഹായുടെ അചഞ്ചലമായ വിശ്വാസ സാക്ഷ്യം ഇന്നത്തെ സമൂഹത്തിനും ക്രൈസ്തവ ജീവിതത്തിനും എന്നും വഴികാട്ടിയാണെന്ന് ബിഷപ്പ് തന്റെ തിരുനാൾ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. ദിവ്യബലിയെ തുടർന്ന് ആയിരങ്ങൾ കാത്തിരുന്ന
ദുഃഖ്രാന ഊട്ടുനേർച്ചയുടെ വെഞ്ചിരിപ്പ് കർമ്മവും ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ നിർവഹിച്ചു. തുടർന്ന് രാവിലെ 10:30 നടന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ ഫാദർ ജോൺ പാലിയേക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോബി മേനോത്ത് ചടങ്ങിൽ തിരുനാൾ സന്ദേശം നൽകി. കത്തീഡ്രൽ വികാരി റവറൻഡ് ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ലിൻഡോ കാര്യക്കാടൻ, ഫാദർ ക്രിസ്റ്റോൺ കൈനാടത്തുപറമ്പിൽ, ഫാദർ ജസ്റ്റിൻ കളർപ്പാറ എന്നിവരും തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ട്രസ്റ്റിമാരായ ജോർജ് പള്ളൻ, സാബു ജോർജ്, തോമസ് തൊഗലത്ത്, അഡ്വക്കേറ്റ് MM ഷാജൻ, തിരുനാൾ ജോയിന്റ് കൺവീനർമാരായ ഡേവിസ് ചക്കാലക്കൽ, ജെയ്സൺ പൊന്തോക്കൻ, ഷാജു എബ്രാഹം, അഡ്വക്കേറ്റ് ഹോബി ജോളി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിപുലമായ കമ്മിറ്റിയാണ് തിരുനാൾ വിജയകരമായി പൂർത്തിയാക്കാൻ ചുക്കാൻ പിടിച്ചത്. അമ്പഴക്കാട് ഫൊറോന പള്ളിയിൽ ദുഃഖ്രാന തിരുനാളിന് രാവിലെ 5:45 ഫൊറോന വികാരി ഫാദർ ജോസ് അരിക്കാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഊട്ടുനേർച്ച വെഞ്ചിരിച്ച് വിതരണം ചെയ്തു. രാവിലെ 10 ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ മുഖ്യ കാർമ്മികനായി ആഘോഷമായ ദിവ്യബലി അർപ്പിച്ചു. തുടർന്ന് പ്രദക്ഷിണവും വൈകിട്ട് 5 വിശുദ്ധ കുർബാനയും നടന്നു. പീച്ചി ഡാമിൽ ഇനി കളി നടക്കില്ല. അനധികൃതമായി ഇറങ്ങിയാൽ കടും കൈ, കർശന നടപടിയുമായി ജില്ലാ ഭരണകൂടം. പീച്ചി റിസർവോയറിലേക്ക് അനധികൃതമായ ആളുകൾ പ്രവേശിക്കുന്നതും അതുവഴിയുണ്ടാകുന്ന വൻ അപകടങ്ങളും ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് തൃശൂർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട വകുപ്പുകളുടെ സംയുക്ത യോഗം ചേർന്നു. അനധികൃത മാർഗങ്ങളിലൂടെ പീച്ചി ഡാമിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ ഇറങ്ങുന്നത് കർശനമായി തടയാൻ യോഗത്തിൽ തീരുമാനമായി. തുടർ നടപടികളുടെ ഭാഗമായി അപകട മേഖലകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഉടൻ സ്ഥാപിക്കും. കൂടാതെ വാർഡ് ഗ്രാമസഭകളിൽ ഈ വിഷയം പ്രത്യേകമായി ചർച്ച ചെയ്യാനും പൊതുജനങ്ങളിൽ വലിയ രീതിയിലുള്ള അവബോധം സൃഷ്ടിക്കാനും അധികൃതർ നടപടികൾ സ്വീകരിക്കും. മുന്നറിയിപ്പുകൾ അവഗണിച്ച് ജലാശയത്തിൽ ഇറങ്ങുന്നവർക്കെതിരെയും ജലാശയവും അതിന്റെ പരിസര പ്രദേശങ്ങളും മലിനമാക്കുന്നവർക്കെതിരെയും കർശനമായ നിയമങ്ങൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് യോഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പീച്ചിയിൽ ചേർന്ന സംയുക്ത യോഗത്തിൽ ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MN സജിത്ത് അധ്യക്ഷത വഹിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ്, വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, വാർഡ് മെമ്പർമാരായ സ്വപ്ന രാധാകൃഷ്ണൻ, സന്ധ്യ ഷാജി എന്നിവരും വനം വകുപ്പ്, പീച്ചി ജലസേചന പദ്ധതി, DTPC തുടങ്ങിയ വിവിധ വകുപ്പുകളിൽ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. പ്രകൃതി അതിന്റെ പൂർണ്ണഭാവത്തിൽ ആടിയുലയുകയാണ്. ഇതാ ഏഷ്യയിലെ നയാഗ്ര എന്ന വിഖ്യാതി കേട്ട നമ്മുടെ സ്വന്തം അതിരപ്പിള്ളി. ചില ദിവസങ്ങൾക്ക് മുൻപ് വരെ കനത്ത വേനലിലും മഴക്കുറവിലും നീരൊഴുക്ക് തീരെ ശോഷിച്ച് ജീവനറ്റതുപോലെയായിരുന്നു ഈ കാട്ടുചോല. പാറക്കെട്ടുകൾക്കിടയിലൂടെ മെലിഞ്ഞുണങ്ങിയ ഒരു അരുവിയായി അത് ഒതുങ്ങിപ്പോയിരുന്നു. വിനോദസഞ്ചാരികളുടെ മനസ്സിലും അതൊരു ചെറിയ നിരാശ പടർത്തി. എന്നാൽ ഇപ്പോൾ കാത്തിരുന്ന ആ മഴക്കാലമെത്തി. കനത്ത മഴ പെയ്തിറങ്ങിയതോടെ അതിരപ്പിള്ളി വീണ്ടും സർവാഭരണ വിഭൂഷിതയായിരിക്കുന്നു. വന്യമായ ഭംഗിയോടെ പാൽക്കടൽ പോലെ ആർത്തു വിളിച്ച് താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് വാക്കുകൾക്കതീതമായ ഒരു ദൃശ്യവിരുന്നാണ്. കാണാൻ കാത്തിരുന്ന ആ പഴയ പ്രതാപത്തിലേക്ക് അതിരപ്പിള്ളി തിരിച്ചെത്തിക്കഴിഞ്ഞു. ഈ സുന്ദര ദൃശ്യം ആസ്വദിക്കാൻ സഞ്ചാരികളുടെ വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പ്രകൃതി ഒരുക്കിയ ഈ അത്ഭുത പ്രതിഭാസം നേരിൽ കാണാൻ നിങ്ങളും ഒരുങ്ങുക. വരൂ അതിരപ്പിള്ളിയിലേക്ക്. തൃശൂരിൽ ആരംഭിച്ച ഓൺലൈൻ പ്രസ് ക്ലബിൽ പത്രസമ്മേളനം വിളിക്കുന്നതിനായി 9847358919 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ നാട്ടിലെ വിശേഷം ഓൺലൈൻ വാർത്തകളിലൂടെ നിമിഷനേരം കൊണ്ട് ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ ഓൺലൈൻ പ്രസ് ക്ലബ് നിങ്ങളെ സഹായിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തരിച്ച മുൻ MLA PA മാധവന്റെ വസതിയിൽ
മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എത്തി. തൃശൂർ മുൻ മേയർ MK വർഗീസ് വീണ്ടും കോൺഗ്രസിൽ. റോഡിലേക്ക് വീണ തെങ്ങിൽ സ്കൂട്ടറിടിച്ച് ഒരാൾ മരിച്ചു. സഹോദരൻ ഗുരുതരാവസ്ഥയിൽ. നെടുപുഴയിൽ ബോട്ടപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.